നന്മകളുടെയും ഐശ്വര്യത്തിൻ്റെയും ഉത്സവമായ ഓണം മലയാള മനസ്സുകൾ ഒത്തൊരുമിച്ച് സന്തോഷനിർഭരമായ സാഹചര്യത്തിൽ ആഘോഷിക്കുന്നതിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഒരുമയിൽ നല്ലതിനെ കണ്ടെത്തുന്നതിനും അതിനെ പ്രാവർത്തികമാക്കുന്നതിനുമുള്ള കടമനിട്ട ശാലേം യുവജന സഖ്യാംഗങ്ങളുടെ ഒരുമയുടെ കൂട്ടായ്മയാണ് ഓണനിലാവ് എന്ന കലാസന്ധ്യ. യുവജനങ്ങളുടെ കലാവാസനയ്ക്ക് നിറക്കൂട്ട് ചാർത്തുന്നതിലൂടെ അനുവാചകർക്ക് സന്തോഷം പകരുകയും അതിലൂടെ ലഭ്യമാകുന്ന തുക സഖ്യത്തിൻ്റെ സേവന പരിപാടികളിലൂടെ കാരുണ്യത്തിൻ്റെ സഹായഹസ്തമായി നിർധനരായ രോഗികൾക്ക് നൽകുന്നതിനുള്ള എളിയ ഉദ്യമമാണിത്. ഈ സദുദ്യമത്തിൽ നിങ്ങളും പങ്കുചേരൂ. യുവജനങ്ങളുടെ സേവന പാതയെ പ്രോത്സാഹിപ്പിക്കൂ. അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിച്ചാലും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിച്ചാലും മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നയിച്ചാലും വഴിയും സത്യവും ജീവനുമാകുന്ന ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന മരണത്തെ ജയിച്ച് നമുക്ക് രക്ഷ നൽകിയ ക്രിസ്തുനാഥൻ്റെ പാത പിൻപറ്റി ആ ജീവിതശൈലി നമ്മിൽ അനുവർത്തിക്കാൻ നമ്മെ നയിച്ചാലും എന്ന പ്രാർത്ഥനയുണ്ട്. ലോകത്തിന്റെ വെളിച്ചമാകുവാനുള്ള ആഹ്വാനം വൃത്തിലേറ്റി കള്ളവും ചതിയുമില്ലാത്ത നന്മയുടെയും ഒരുമയുടെയും ലോകം ലക്ഷ്യമാക്കി നമുക്ക് ഈ ഓണനിലാവിൻ തുടക്കത്തിന് തിരിതെളിയിക്കാം. ാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും അണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിതാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ കൊച്ചികൾ പകൽ നീളെ കിനാ കാണും ഒട്ടിടും അനുരാഗക്കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം പൊന്നാര്യൻ കതിരിടും സ്വർണമണി നിറമോ കണ്ണിനു
കണിയാകും നിറപറയോ. പെണ്ണാളു കൊയ്തുവരും കച്ച നിറപ്പൊലിയാൽ നെല്ലറ നിറയേണം മനസ്സുപോലെ. ഉത്സവ തുടിതാളക്കൊടിയേറ്റം മത്സര കളിവള്ളത്തിരയോട്ടം. പെണ്ണിനു മനമാകെ തളിരാട്ടം. പാടാ കുട്ടനാടിൻ നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം. പുഴയോരം കളമേളം കവിത പാടും തീരം. കായലലകൾ പുൽകും കടുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്. നിറപൊലിയേകാമെന്നറിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിതാ. പാടാ കുട്ടനാടിൻ നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം. പുഴയോരം കളമേളം കവിത പാടും തീരം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളക്കലയുടെ സ്വന്തം കലയാണ് തിരുവാതിരക്കളി. ഒരുമയും നന്മയും സമാധാനവുമുള്ളൊരു കാലത്തിന് സന്തോഷം വിളിച്ചിരിക്കുന്ന മോദം അതിമോദമേ എന്ന ഗാന പശ്ചാത്തലത്തിൽ ഓണനിലാവിൻ പൂർണ്ണചന്ദ്രനെ സാക്ഷി നിർത്തി ക്രിസ്തുവാകുന്ന മണവാളന്റെ വരവ് കാത്തിരിക്കുന്ന മണവാട്ടിമാർ ഇതാ തിരുവാതിരയുടെ ചൂടുവെപ്പുകളുമായി വരുന്നു. മോദം അതിമോദം മോദം ഹേ വാക്കത്ത കാലം സാദരമണഞ്ഞിടുന്ന മോദം അതിമോദം മോദം ഹേ വാക്കത്ത കാലം സാദരമണഞ്ഞിടുന്ന ജാതിഭേദവാദം തീർന്നു ജാതികളൊന്നായിടുന്നു. ജാതിഭേദവാദം തീർന്നു ജാതികളൊന്നായിടുന്നു. യൂതജാതിയും മുതിർന്നു ജാതമോദം പാടിടുന്നു. മോദം അതിമോദം മോദം ഹേ വാക്കത്ത കാലം സാദരമണഞ്ഞിടുന്ന മോദം അതിമോദം മോദം ഹേ വാക്കത്ത കാലം സാദരമണഞ്ഞിടുന്ന കാനനങ്ങൾ പൂത്തുമേ സിയോന്റെ മക്കൾ നന്ദിയോടെ പാടിയാക്കുമേ. അന്നു കാനനങ്ങൾ പൂക്കുമേ സിയോന്റെ മക്കൾ നന്ദിയോടെ പാടിയാക്കുമേ. അന്നു സുവിശേഷക്കോടി മണ്ണിടെ ജയം കൊണ്ടാടി. അന്നു സുവിശേഷക്കോടി മണ്ണിടെ ജയം കൊണ്ടാടി. ഉന്നതമായന്നു ജനം സന്നിധി പാടി വസിക്കും. മോദം അതിമോദം മോദം ഹേ വാക്കത്ത കാലം സാദരമണഞ്ഞിടുന്ന മോദം അതിമോദം മോദം ഹേ വാക്കത്ത കാലം സാദരമണഞ്ഞിടുന്ന
ആജ്ഞാവിശേഷം വന്നിടമെല്ലാം അതു കേൾക്കും. അന്നു സിയോനിൽ നിന്നുണ്ടാകും ആജ്ഞാവിശേഷം വന്നിടമെല്ലാം അതു കേൾക്കും. മന്നവർ മന്ത്രി പ്രജകൾ എന്നിവരെല്ലാവരിലും മന്നവർ മന്ത്രി പ്രജകൾ എന്നിവരെല്ലാവരിലും ഒന്നുപോലാവസിച്ചിടും വന്നു സഖ്യാനുഗ്രഹങ്ങൾ. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സാദരമണഞ്ഞിടുന്നവോ. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സാദരമണഞ്ഞിടുന്നവോ. ഹല്ലേലൂയ ഗീതം പാടുമേ യെരൂശലേമും, ഹല്ലേലൂയ രാഗം പാടുമേ. ഹല്ലേലൂയ ഗീതം പാടുമേ യെരൂശലേമും, ഹല്ലേലൂയ രാഗം പാടുമേ. ഹല്ലേലൂയ വാനത്തിലും ഹല്ലേലൂയ ഭൂമിയിലും, ഹല്ലേലൂയ വാനത്തിലും ഹല്ലേലൂയ ഭൂമിയിലും, ഹല്ലേലൂയ മാലാഖമാർ ചൊല്ലുമേ മനുഷ്യരെല്ലാം. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സാദരമണഞ്ഞിടുന്നവോ. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്തകാലം സാദരമണഞ്ഞിടുന്നവോ. മറിയയുടെയും എലിസബത്തിന്റെയും അത്ഭുതകരമായ മാതൃത്വവും മാതൃകയും ഇന്നും നമ്മെ ചിന്തിപ്പിക്കുന്നതും ആ മാതൃസ്നേഹത്തിൻ മാതൃക പിൻപറ്റാവുന്നതുമാണ്. എന്നാൽ മൊബൈലും ഇന്റർനെറ്റുമൊക്കെ പടർന്നു പന്തലിച്ച ഈ കാലഘട്ടത്തിൽ അത്ഭുതകരമായ മാതൃത്വം എങ്ങനെയാകുന്നു എന്ന് നമുക്ക് നോക്കാം. കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. പക്ഷേ അച്ഛനും എന്നും ഞങ്ങളെ വിളിക്കുമായിരുന്നു പ്രാർത്ഥനയ്ക്ക്, സേവാ സംഘത്തിനും ഒക്കെ ചെല്ലണം, ദൈവസന്നിധിയിൽ കാണാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങളതൊന്നും കൂട്ടാക്കിയില്ല. അതെന്താ അങ്ങനെ ചെയ്തത്? ഇതെങ്ങനെ സംഭവിച്ചു? അതോ ഇന്ന് ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചിരിക്കുന്ന ഈ കാലത്ത് എന്തോ സംഭവിക്കാത്തതാണ്. ഞാൻ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഒരു കോള് വരുത്തേ. ഓ ഇരിക്കുന്നില്ല, ഞാൻ അങ്ങ് പോകും. ഞാൻ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു സാർ. എന്താ ചെയ്യണേ? നിനക്ക് തോന്നി എൻ്റെ വിവാഹ നിശ്ചയമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഞാനിപ്പോൾ ഗർഭിണിയാണ്. അയ്യോ, അതെങ്ങനെ സംഭവിച്ചു നിനക്ക്? അത് SMS-ലൂടെ സംഭവിച്ചു. എനിക്ക് അറിയില്ല. SMS-ലൂടെയോ? അയ്യോ, അതാണ് നിന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ വയറ്റിൽ ഒരു ചവിട്ടും തൊഴിയും. പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയം ഗർഭം ധരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അന്ന് വെള്ള വയറ്റിൽ തുള്ളുകയായിരുന്നു, ഇന്ന് ചവിട്ടും തൊഴിയും. എനിക്ക് സൊല്യൂഷൻ പറഞ്ഞത് ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ ആകെ വിഷമിച്ചിരിക്കും. എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കില്ല. ഇന്നത്തെ കാലത്ത് ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് അതിനെന്തെങ്കിലും പരിഹാരം. എൻ്റെ വിവാഹ നിശ്ചയമല്ലേ കഴിഞ്ഞുള്ളൂ. ഇനി എൻ്റെ വിവാഹം നടക്കുമോ? ആ പുള്ളി എന്നെ കെട്ടുമോ? ഞാൻ എന്തോ ചെയ്യേണ്ടത്? അതിനല്ലേ ഇന്ന് വനിതാ കമ്മീഷനും കുടുംബ കോടതിയൊക്കെയുള്ളത്. ആവശ്യം വന്നാൽ നമുക്കൊരു പേപ്പർ അവിടെ കൊടുക്കാം. കാര്യമൊക്കെ നിസ്സാരമായിട്ട് സാർ പ്ലീസ് നീ ആരോടും പറയരുത് കേട്ടോ. നമ്മുടെ സേവ്യ സംഘക്കാരോടും പറയുക. ഇങ്ങനെ വളരെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം
കുറച്ചു നാളുകൾക്ക് ശേഷം എന്താ പറ്റി? നിന്റെ മുഖം വളരെ മാനമായി സംഭവിച്ചു. അതോ കാരണം എൻ്റെ മകൻ തന്നെയാണ്. എന്തിനു മാനം പറയുന്നു? ഞാൻ തന്നെയാണ് കാരണം. അവനെ ഞാൻ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത്? തലയിൽ വെച്ചാൽ പേനരിക്കും, നാട വെച്ചാൽ ഉറുമ്പരിക്കും എന്ന നിലയിൽ വളർത്തിക്കൊണ്ടുവന്നു. കുഞ്ഞിന് വേണ്ടി വിദ്യാഭ്യാസം ഒക്കെ നൽകി. ഞായറാഴ്ച ദിവസം പള്ളിയിലും സൺഡേ സ്കൂളിലും പോകാതെ ട്യൂഷനൊക്കെ വിട്ട് പഠിപ്പിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഗതി അവന്നിരിക്കുന്നു. അവനെന്ത് സംഭവിച്ചു? അവനോ ഇന്ന് കൊട്ടേഷൻ സംഘത്തിന്റെ തലവനാണ്. രാത്രിയിൽ ഞങ്ങൾ രാത്രി മുഴുവനും പോലീസുകാരും നാട്ടുകാരുമായിട്ട് ഞങ്ങളുടെ വീടിന് ചുറ്റും തമ്പടിച്ചിരിക്കുകയാണ്. ഞാനും എൻ്റെ മകനെ ഓർത്ത് വളരെ വേദനപ്പെടുകയാണ്. അവനെന്ത് പറ്റി? അവൻ വന്ന വഴിയേ തിരിഞ്ഞു. അവൻ SMS വഴി വന്നവനല്ലേ, അതുവഴി അവനങ്ങ് തിരിഞ്ഞു. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അച്ഛനോടൊന്നും പറയാൻ എന്തു ചെയ്യാൻ? ഏത് സമയത്തും കമ്പ്യൂട്ടറും ഇന്റർനെറ്റുമായിട്ട് അവൻ്റെ ജീവിതം. ഒന്ന് വീട്ടിൽ വരാനോ സമയത്ത് ആഹാരം കഴിക്കാനോ അവനെ കൊണ്ട് സാധിക്കില്ല. ഞങ്ങൾ അവൻ്റെ വിവരം SMS വഴിയാണ് ഞങ്ങൾ അറിയുന്നത്. ഇനിയിപ്പോൾ ഇനി അവരെ തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് എന്തോ ഒരു മാർഗം അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നല്ലോ. അച്ഛനോടൊന്നും പറയണ്ട, അച്ഛനോടൊന്നും പറയണ്ട. നമുക്കല്ലാതെ പ്രാർത്ഥനകളല്ലാതെ വേറെ പ്രാർത്ഥനകളെ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഒത്തിരി പേര് അങ്ങനെ പോയി രക്ഷപ്പെടുന്നുണ്ട്. നമുക്കൊന്ന് പോയാലെന്താ? എവിടെ പോയാലും അതൊന്നും ശരിയാകാൻ പോകുന്നില്ല. നമ്മൾ എവിടെ പോയാലും നമ്മൾ തന്നെ അതൊന്ന് താണെ വീണിരുന്ന് മുട്ടിപ്പായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചെങ്കിലേ, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചെങ്കിലേ അവരുടെ ഒരു മടങ്ങി വരവ് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇത് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നില്ലേ, ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയുള്ളത്. തിരുവനന്തപുരം പഠിപ്പിക്കേണ്ട സമയത്ത് നമ്മൾ പഠിപ്പിച്ചില്ല, നടത്തിയില്ല. എനിക്കോ ഈ ഗതി വന്നു. എന്നെ കേൾക്കുന്ന ആർക്കും ഈ ഗതി വരാതിരിക്കട്ടെ. ഞങ്ങളുടെ ഇഷ്ടത്തിന് ലോകപ്രകാരം കുഞ്ഞുങ്ങളെ വളർത്തിയതിൻ്റെ ശിക്ഷയാണെന്ന് ഞങ്ങൾ രണ്ടുപേരും വേദനപ്പെട്ട് രാത്രികാലം ഉറക്കമില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന ആർക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ. മക്കൾ യഹോവ നൽകുന്ന ദാനമാണെന്നും ഉദരഫലമാകുന്ന പ്രതിഫലമാണെന്നും നാം മറക്കരുത്. നമുക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ ലോകപ്രകാരമല്ല ദൈവിക പ്രകാരം വളർത്തുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. നല്ലൊരു തലമുറയ്ക്ക് നമുക്ക് നമ്മുടെ പാതകളെ യഥാസ്ഥാനപ്പെടുത്താം. നമ്മുടെ കേരളം എത്ര സുന്ദരമാണ്. കേരളത്തിന്റെ മനോഹാരിതയെ നമുക്ക് നൃത്ത ചുവടുകളുമായി ഒന്ന് ആസ്വദിക്കാം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം. ഓ നിസ്വനം, കളനിസ്വനം. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. ഹരിതഭംഗികളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി
ഹരിത ഭംഗി കളിയാടിടുന്ന വയലേലകൾക്കു നീർക്കുടവുമായി നാട്ടിലാകെ നടമാടിടുന്നിതാ പാട്ടുകാരികൾ ചോലകൾ. ഓ ശ്യാമകേര കേദാരമേ, ശ്യാമകേര കേദാരമേ, ശാന്തി നിലയമായി വെൽകനീ, ശാന്തി നിലയമായി വെൽകനീ, ശാന്തി നിലയമായി വെൽകനീ, ശാന്തി നിലയമായി വെൽകനീ. സഖ്യസാനുശ്രുതി ചേർത്തു വെച്ച മണിവീണയാണെന്റെ കേരളം. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ആധുനികതയുടെ മിന്നൽ വളർച്ചയിൽ നമ്മുടെ സ്വാർത്ഥ ലോകത്തിന്റെ തിന്മകൾക്ക് നേരെ നാം അറിഞ്ഞോ അറിയാതെയോ കണ്ണടയ്ക്കുന്നു. അല്ലെങ്കിൽ കാണാത്ത വണ്ണം നമ്മുടെ കണ്ണുകളെ തിമിരം ബാധിച്ചിരിക്കുന്നു. ഈ ലോകത്തിന്റെ അന്ധതയെ മാറ്റാൻ, ഈ തിന്മയെ കാണാൻ നാം കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉള്ളിലേക്കും ചുറ്റുപാടുകളിലേക്കും കണ്ണു തുറന്നു കാണാൻ, കണ്ണു തുറന്ന് കണ്ണട വെച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. രക്തം ചിതറിയ ചുവരുകൾ കാണാം, അഴിഞ്ഞ കോലക്കോപ്പുകൾ കാണാം. കത്തികൾ വെള്ളിടി വെട്ടും നാദം, ചില്ലുകൾ ഉടഞ്ഞു ചിതറും നാദം. പന്നി വെടിപ്പുക പൊന്തും തെരുവിൽ പാതിക്കാൽ വിറകൊള്ളുവതു കാണാം. ഒഴിഞ്ഞ കൂരയിൽ ഒളിഞ്ഞിരിക്കും കുരുന്നു ഭീതി കണ്ണുകൾ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. സ്മരണകുടീരങ്ങൾ പെരുകുമ്പോൾ, പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ, മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം. പലിശ പട്ടിണി പടി കേറുമ്പോൾ, പുറകിലെ മാവിൽ കയറുകൾ കാണാം. പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം. പലിശ പട്ടിണി പടി കേറുമ്പോൾ, പുറകിലെ മാവിൽ കയറുകൾ കാണാം. തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ കൂനനുറും വിരതേടൽ കാണാം.
തറയിലൊരിലയിലൊരൽപ്പം ചോരയിൽ പൂനനുറുമ്പിര തേടൽ കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളിക്കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം. പിഞ്ചുമടിക്കുത്തമ്പതു പേർ ചേർന്നിരുപതു വെള്ളിക്കാശു കൊടുത്തിട്ടുഴുതുമറിക്കും കാഴ്ചകൾ കാണാം. തെരുവിൽ സ്വപ്നം കരിഞ്ഞ മുഖവും നീട്ടിയ പിഞ്ചു കരങ്ങൾ കാണാം. അരികിൽ ശീമക്കാറിനുള്ളിൽ സുഖശീതള മൃദുമാറിൻ ചൂരിൽ ഒരു ശ്വാനൻ പാൽ നുണവതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. തിണ്ണയിൽ 50 കാശിൻ പെൻഷൻ തെണ്ടി 1000 ആളെ കാണാം. തിണ്ണയിൽ 50 കാശിൻ പെൻഷൻ തെണ്ടി 1000 ആളെ കാണാം. കൊടിപാറും ചെറുകാറിലൊരാൾ പരിവാരങ്ങളുമായി പായ്വതു കാണാം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. കിളിനാദം ഗതകാലം കനവിൽ നുണയും മൊട്ടക്കുന്നുകൾ കാണാം. കിളിനാദം ഗതകാലം കനവിൽ നുണയും മൊട്ടക്കുന്നുകൾ കാണാം. കുത്തിപ്പായാൻ മോഹിക്കും പുഴവറ്റി വരണ്ടു കിടപ്പതു കാണാം. പുഴവറ്റി വരണ്ടു കിടപ്പതു കാണാം. വിളയില്ല തവളപ്പാടില്ല പുറ്റൻ കുഴികൾ കുപ്പത്തറകൾ. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ഒരാളൊരിക്കൽ കണ്ണട വച്ചു, കല്ലെറി കുരിശേറ്റം. വേറൊരാളൊരിക്കൽ കണ്ണട വച്ചു, ചെകിടടി വെടിയുണ്ട. ഒരാളൊരിക്കൽ കണ്ണട വച്ചു, കല്ലെറി കുരിശേറ്റം. വേറൊരാളൊരിക്കൽ കണ്ണട വച്ചു, ചെകിടടി വെടിയുണ്ട. കൊത്തിയുടയ്ക്കുക തിമിരക്കാഴ്ചകൾ, സ്ഫടിക സരിതം പോലെ സുഹൃതം. കാടുകരിച്ചു മറിഞ്ഞൊഴുകുന്നൊരു മാവേലിത്തറ കാണും വരെ നാം കൊത്തിയുടയ്ക്കുക കാഴ്ചകൾ. ഇടയൻ മുട്ടി വിളിക്കും കാലം കാക്കുക. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. വാർത്തകളെന്നും അറിവ് നൽകുന്നതാണ്. കൗതുകമാർന്ന ഒരു വാർത്തയ്ക്ക് നമുക്ക് കാതോർക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൗതുക വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം.
ദിവസവും നമ്മൾ ധാരാളം പരസ്യങ്ങൾ കാണാറുണ്ട്. എന്നാൽ വ്യത്യസ്തവും കൗതുകമുള്ള ഒരു പരസ്യമാണ് ഇന്ന് കൗതുക വാർത്തയിൽ. മനുഷ്യന്റെ ഈ ലോകത്തിലെ ജനനം മുതൽ ആരംഭിച്ചതും ഇപ്പോൾ നിലനിൽക്കുന്നതുമായ ഒരു ഔഷധത്തെക്കുറിച്ചുള്ള പരസ്യം. ഇതൊന്ന് ശ്രദ്ധിക്കൂ. സ്വർഗലോകം കമ്പനിയുടെ ദൈവവചനാദി ഗുളികയ്ക്ക് ഈ കാലഘട്ടത്തിൽ വിലയിടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത കമ്പനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതിനാൽ പുറപ്പെടുവിക്കുന്ന പരസ്യമാണിത്. അനേകം നൂറ്റാണ്ടുകളായി വിശ്വാസപ്രസിദ്ധി നേടിയ അനേകരെ നന്നാക്കിയെടുത്തൊരു ദിവ്യ ഔഷധമാണ് സ്വർഗലോകം കമ്പനിയുടെ ദൈവവചനാദി ഗുളിക. ഈ ഗുളിക ഏതു പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൃത്യമായി ഉപയോഗിച്ചാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരാശ, പിന്മാറ്റം, അലസത, മാനസിക തകർച്ച, ആത്മീയ ക്ഷീണം എന്നിവ നിശേഷം മാറ്റാവുന്നതാണ്. പുറം കറുത്തും ഉൾവശം വെളുത്തും ഇരിക്കുന്ന ഈ ഗുളികകൾ 66 ഫോർമുലകളുടെ സംഗ്രഹമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിങ്ങനെ 9 വിറ്റാമിൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ഉത്പാദിക്കപ്പെടുന്ന ഗുളികയാണിത്. ഇക്കൂട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. ഇന്ന് വിപണിയിൽ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 72-ൽ അധികം ഫോർമുലകൾ അടങ്ങിയിട്ടുള്ളത് വാങ്ങി വഞ്ചിതരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനെതിരെ ഫോർമുലകൾ കൂട്ടിച്ചേർക്കുന്നവരെയും ദൈവവചനാദി ഗുളികയ്ക്കെതിരായി ദുഷ്പ്രചരണം നടത്തുന്നവരെയും വെളിപാട് 22-ന്റെ 18-19 വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കാവുന്നതാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് ബൈബിൾ എന്ന കമ്പനിസിയിലുള്ള കുപ്പികളിൽ നിന്നും ലഭിക്കുന്ന ഗുളികൾക്ക് മാത്രമേ കമ്പനി ഗ്യാരണ്ടി നൽകുന്നുള്ളൂ. ഈ ഗുളിക നശിപ്പിക്കുവാൻ പല രാജാക്കന്മാരും നിരീശ്വരവാദികളും ബുദ്ധിജീവികളും ശ്രമിച്ചിട്ടുള്ളതാണ്. എന്നാൽ സ്വർഗലോക കമ്പനിയുടെ സ്ഥിരമാക്കപ്പെട്ട ഈ ഗുളിക നിലനിന്ന് ഫലം കൊയ്തുകൊണ്ടിരിക്കുന്നു. കമ്പനിയുടെ എല്ലാ കേന്ദ്രങ്ങളും ഒരുപോലെ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഒഴിവു ദിവസം ഇല്ല. ഞായറാഴ്ച ദിവസം ലോകമെങ്ങും കൂടുതൽ സപ്ലൈ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് നിത്യം കഴിച്ചാൽ ആരോഗ്യം, സന്തോഷം, ആത്മീയ ഉയർച്ച ഇവ തീർച്ചയായും ലഭിക്കും. കൂടാതെ വിട്ടുമാറാത്ത പാപം, മുൻകോപം, കുശുമ്പ്, കാലുവാരൽ, പാരപണി, അത്യാഗ്രഹം, മദ്യപാനം, പുകവലി, പിടിച്ചുപറി, വ്യഭിചാരം മുതലായ രോഗാവസ്ഥകൾ മാറും. ഭർത്താക്കന്മാരെ അനുസരിക്കാത്ത തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഭാര്യമാർക്കും, ഭാര്യമാരെ സ്നേഹിക്കാത്ത ഭർത്താക്കന്മാർക്കും, മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾക്കും, കീരിയും പാമ്പും പോലെ കഴിയുന്ന അമ്മായിമ്മ മരുമക്കൾക്കും ഈ ഗുളിക മാറ്റം വരുത്തും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. പക്ഷേ ഈ ഗുളിക വാങ്ങിയിട്ട് ധ്യാനിക്കാതെ ഭക്ഷിക്കുന്നവർക്കും മേശയുടെയോ അലമാരിയുടെയോ ഉള്ളിൽ പൂട്ടിവെക്കുന്നവർക്കും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അങ്ങനെ സംഭവിച്ചാൽ കമ്പനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. ഡോസ് കൂടിയാൽ കുഴപ്പമില്ല കേട്ടോ. ഏതുവിധ പ്രശ്നങ്ങൾക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഔഷധമായ ദൈവവചനാദി ഗുളികളെ കുറിച്ച് ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. ഈ ഗുളികയെ പറ്റി എന്തെങ്കിലും സംശയമുള്ളവർ നേരിട്ട് ബന്ധപ്പെടുകയോ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ്. മേൽവിലാസം: ദൈവവചനാദി ഗുളിക, കെയർ ഓഫ് അബ്ബാ പിതാവ്, സ്വർഗലോകം കമ്പനി. കൗതുക വാർത്ത ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ഹാസ്യമെന്നും മനുഷ്യ മനസ്സിനെയും ആയുസ്സിനെയും ഉത്തേജിപ്പിക്കും. സന്ദേശം നൽകുന്ന കഥകൾ മനുഷ്യ മനസ്സിനെ ചിന്തിപ്പിക്കും. എന്നാൽ ഹാസ്യമുള്ള സന്ദേശം നൽകുന്ന കഥയായാലോ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അങ്ങനെ ഒന്ന് നമുക്ക് കാണാം. അയ്യോ, എന്റെ ദൈവമേ, ബീഡിയും പിടിച്ച് നടക്കണം. നമ്മുടെ ഗുരു പഠിപ്പിച്ച നമ്മുടെ മന്ത്രോച്ചാരണങ്ങൾ ഇന്നലെ പഠിപ്പിച്ചില്ലേ, അത് നമുക്ക് പഠിക്കാം, ആവർത്തിക്കാം. നമുക്ക് ആരംഭിക്കാം. സ്വാമി, എടുക്കുക, കൊടയുക, ഏകപാദേഹ, കേറ്റുക, കൈച്ചം. ഒന്നുകൂടെ എന്ത് നല്ല മന്ത്രോച്ചാരണങ്ങൾ നമ്മുടെ. ഇതാണ് മന്ത്രം. ഇത് മന്ത്രാണോ? പിന്നെ എടാപ്പ, ഇത് കളസോടാൻ പഠിപ്പിക്കണേണ്. എടുക്കുക, കൊടയുക, ഏകപാദേഹ, വിപാദേഹ, കേറ്റക, കെട്ടക. അല്ലാണ്ട് ഇത് മന്ത്രം എന്നല്ല, അയാൾക്ക് ഭ്രാന്താണ്. ജഡം അങ്ങനെ പറയുന്നത് മഹാപാവമാണ്. മഹാപാവ? അതെ, അത് സാമ്യല്ല, അത് ഭ്രാന്തനാണ്, ഭ്രാന്തൻ. ഈ മഹാപാവ ഇവിടെ കൊണ്ട് ഒറ്റക്കാലിൽ നിൽക്കാൻ ഇതെന്നാ കൊക്കാണോ? ഇറച്ചി പൊറോട്ട നിന്നിട്ട് എന്തൊക്കെ പറഞ്ഞേട്ടാ. ബാക്കിയുള്ളത് നേരം പത്ത് പോലെ പട്ടിണി കേൾക്കണം. വല്ലതും തിന്നാനുണ്ടോ ഇവിടെ? ശിഷ്യന്മാരെ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ഹാജർ പരിശോധിക്കാം. സുപ്രൻ സ്വാമികൾ, മതി മതി, അഹങ്കാരം വേണ്ട, താഴെ നില്ലേ. ചാത്തൻ സ്വാമികൾ, ഹാജർ, വെരി ഗുഡ്. ചണ്ടാളൻ AK ഇവിടെ ഉണ്ടത്.
രണ്ടാളാ ഗുരുവിനെ വന്നിക്കാൻ പഠിക്കും, നിന്നിക്കരുത്. ഓ, എന്നാ കാര്യത്തിന് വിശന്നിട്ട് പാടില്ല, വല്ല തിന്നാൻ താഴ്ന്നു. നിനക്ക് എന്ന് വന്നാലും ഒടുക്കത്തെ വിശപ്പാണല്ലോ ചണ്ടാള. നീ വിശപ്പടക്കൂ, ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ഏറ്റു ചൊല്ലു. നിനക്ക് സന്യാസിയാവണ്ടേ? സന്യാസിയാവട്ടെ, എനിക്ക് വിശക്കണം, വല്ല തിന്നാൻ താഴ്ന്നു. കുറച്ചേരം നിന്റെ വായടയ്ക്കൂ. ശിഷ്യന്മാരെ, നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്പൊ ചോദിച്ചോളാം, നാളെ ചോദിക്കരുത്, ഞാൻ മറന്നുപോകും. ഗുരു, ഈ ഉള്ള ഒരു ചെറിയ സംശയമുണ്ട്. ചോദിക്കൂ. ഈ സന്യാസി എന്ന് പറഞ്ഞാൽ? സന്യാസി എന്ന് പറഞ്ഞാൽ സന്യാസി കഴിഞ്ഞ് വരുന്നതാണ് സന്യാസി. ഒരു സന്യാസി പൂർണ്ണ രൂപമാകണമെങ്കിൽ മുടിയും താടിയും എന്നെ പോലെ വളർത്തി, അതെ, ആ പ്രാന്തനെ പോലെ ഇങ്ങനെ വളർത്തി കണ്ടാളാ നിന്ന് ഞാൻ ശാപിക്കും. ഇയാൾക്കെന്റെ സ്വഭാവം അറിയാൻ പാടില്ല. ശിഷ്യന്മാരെ, ഇന്ന് നമ്മളെല്ലാവരും ശാന്തി തേടുകയാണ്. ഞാനില്ലാട്ടാ, എനിക്ക് വിശന്നിട്ടുമല്ല ഞാനിവിടെ ഇരിക്കാൻ പറ്റും. ഒടുക്കത്തെ വിശപ്പ് അവസാനിപ്പിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. എന്താണ് ശാന്തി? ശിഷ്യന്മാരെ, നിങ്ങൾ രണ്ടുപേരും അല്പസമയം കണ്ണുകളും കാതുകളും അടയ്ക്കൂ. ചണ്ടാളിന് ഞാൻ കുറച്ച് ജ്ഞാനം പകരട്ടെ. പെണ്ടി, നിനക്കെന്നെ അറിയാൻ പാടില്ല. ഞാൻ മഹാജറ്റാണ്, മഹാജറ്റ. അന്താരത്തോട്ടുള്ള പോക്കറ്റ് അടിക്കാരൻ സുപ്രന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും. എന്റെ അടുത്ത് അഭ്യാസം ഉറക്കാണ്ടില്ല. ചവിട്ടിക്കേറ്റ് കൊന്നയാങ്ങളെ ഞങ്ങടാ. എടാ, ഞാൻ ഈ മുടിയും താടിയെ കുറച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടറാ. ഞാൻ പറയുന്നതനുസരിക്കാതെ എനിക്കെതിരെ എതിര് പറഞ്ഞ മൂക്കിയാൻ പറ്റുന്ന എന്നെ തനി സ്വഭാവം പുറത്തെടുപ്പിക്കരുത് കേട്ടോ. എല്ലാവരും കണ്ണുകളും കാതുകളും തുറന്നുകൊള്ളൂ. ചണ്ടാളിന് ആവശ്യമുള്ള ജ്ഞാനം ഞാൻ പകർന്നു കഴിഞ്ഞു. ഗുരു, അങ്ങ് എന്താണ് ചണ്ടാളിന് കൊടുത്ത ആ ദിവ്യ വചസ്സുകൾ? അസത്യവർഷായ വായി തോന്നിയായ മന്ത്രം. എങ്ങനെയുണ്ടായിരുന്നു ചണ്ടാള? ചെവി കരിഞ്ഞുപോയി. സൂക്ഷിച്ച് കളിക്കുക. ശിഷ്യന്മാരെ, ഇന്ന് നമ്മൾ എല്ലാവരും യാത്രയ്ക്ക് പോകുന്നു. അയ്യോ, അത് പഴയ സിനിമയാണ്. നമുക്ക് ക്രോണിക് ബാച്ചിലർ സിനിമ കാണാൻ പോകും. സിനിമയോ? എന്താണ് സിനിമ? അറിയാൻ പാടില്ലേ? മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ ഉള്ള. ആരാണ് മമ്മൂട്ടി? ആരാണ് മോഹൻലാൽ? ആരാണ് സുരേഷ് ഗോപി? അറിയാൻ പാടില്ലേ? സിനിമ ഈ പ്രൊജക്ടറിലേക്ക് മേലിൽ എന്റെ ആശ്രമത്തിൽ ആരും സിനിമ എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് വാ മോനെ ദിനേശ. സുപ്രസ്വാമിയുടെ ചവിട്ട് കൊള്ളാം, നട്ടല്ലി വെള്ളമായി. നേരെ വരൂ. ശിഷ്യന്മാരെ, നമ്മളെല്ലാവരും നടന്ന് യാത്ര ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും. എല്ലാവരും 2 കല്ലെടുക്കൂ. ഈ വിശന്നിരിക്കുന്ന സമയത്ത് എന്തിനാണ് കല്ലെടുക്കുന്നത്? കണ്ടാണ് ഒരു അടിപൊളി. ഞാനും കല്ലെടുക്കാം. വേഗം കല്ലെടുക്ക്. എല്ലാവരും വലിയ കല്ലെടുത്തത് ഇതൊക്കെ എടുത്താൽ മതി. വെറുതെ കല്ലെടുക്കണ്ട്. എല്ലാവരും കല്ലുകൾ എടുത്തോ. ശിഷ്യന്മാരെ, നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്ക് വിശപ്പകറ്റുവാനുള്ള ഭക്ഷണമായി മാറട്ടെ. ഇതെന്ത് വൃത്തിയാട്ട പരിപാടികളെ കാണിച്ചിട്ടുണ്ട്? ഭക്ഷണത്തിനാന്ന് പറഞ്ഞു ഞാൻ വലിയ കല്ലെടുക്കില്ല. ചണ്ടാള, ഇനിയെങ്കിലും ഗുരു പറയുന്നത് അനുസരിക്കൂ. ഗുരുവിനെ ശ്രദ്ധിക്കൂ. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയല്ലോ. വലിയ കല്ലെടുത്തവന് വലിയ പൂവും, ചെറിയ കല്ലെടുത്തവന് ചെറിയ പൂവും. ശിഷ്യന്മാരെ, ഇത് നമ്മൾ സന്യാസിമാരുടെ തത്വം അനുസരിച്ച് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. ണ്ട്. നിങ്ങൾ എന്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കുക, എന്റെ വായിലേക്ക് ശ്രദ്ധിക്കൂ. ഉള്ളവൻ ഇല്ല, കണ്ട ഒന്നുമില്ല, ഒരു സാധനം പോലും ഇല്ല, പട്ടിണി. ഉള്ളവൻ ഇല്ലാത്തവന് തരിക. ഇങ്ങോട്ട് വേണ്ട, കുറെ നേരമായല്ലോ. Come on, follow me. കിഡ്നി ചവിട്ടല്ലേ, കിഡ്നിക്ക് അന്യായ വിലയാ കേട്ടോ. മാറ്റി ചവിട്ടെ. ശിഷ്യന്മാരെ, അധികം സമയം കളയണ്ട. എല്ലാവരും വീണ്ടും 2 കല്ലെടുത്തോ. ഒരു കമ്പ്യൂട്ടർ ജ്ഞാനം കൊടുക്ക്. എല്ലാവരും കല്ലെടുത്തോ. ചണ്ടാളിനെടുത്തോ. ഇന്ന് ഞാൻ തിന്ന് ചാകൂട കുളിക്കാത്തവനെ. ശിഷ്യന്മാരെ, ആരെ പറ്റി? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്താവുന്നത്ര ദൂരയിലേക്ക് വലിച്ചെറിയുക. ഇനി ഭക്ഷണമാകട്ടെ. ഭക്ഷണമാകട്ടെ. ഭക്ഷണമാകൂല്ല. ഞാൻ പറയാണ്ട് ഭക്ഷണമാകൂല്ല. ഞാൻ പറഞ്ഞാലേ ഭക്ഷണമാകുള്ളൂ. നീ ഇങ്ങനെ കാണിച്ചാ ഭക്ഷണമാകൂല്ല. ശിഷ്യന്മാരെ, നിങ്ങൾ എല്ലാവരും കല്ലുകൾ എറിഞ്ഞല്ലോ. നിങ്ങളുടെ കയ്യിലിരുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്രയോ ദൂരം വലിച്ചെറിഞ്ഞുവോ അത്രയും സ്ഥലം നിങ്ങൾക്ക് 3 പേർക്കും സ്വന്തമായി തീരട്ടെ. പരിപാടികളെ കാണിച്ചത് ഭക്ഷണത്തിലാന്ന് പറഞ്ഞല്ലേ ഞാൻ ഈ കല്ലെടുത്ത്. ഇത്രയും സ്ഥലത്തൊരു മൂത്രപര കേട്ടാൻ പോലും പറ്റുന്നില്ല. കണ്ടാളാ, ഇനിയെങ്കിലും നീ എന്നെ അനുസരിക്കും. നിനക്ക് മേലാൽ ശാന്തി ഉണ്ടാകും.
ശിഷ്യന്മാരെ, നമുക്ക് സമയം കളയാനില്ല, യാത്ര തുടരാം. കമോൺ, ഫോളോ മീ. ഒരു മറ്റേത് പോലീസുകാരനും പറ്റും. പോയതിന്റെ വിഷമം മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ബോൾട്ട് വളകിയില്ലേ? അതാണ് ഗുരുവിനോട് കളിച്ചാലുള്ള ശിക്ഷ. ശിഷ്യന്മാരെ, ഇനി എല്ലാവരും വീണ്ടും 2 കല്ലെടുക്കൂ. എന്നാ ഒരു അടിപൊളി കൊട്ടയിൽ ഞാൻ വേണ്ട എന്നാ വേഗം എടുത്ത്. എല്ലാവരും കല്ലെടുത്തോ? എല്ലാവരും കല്ലുകൾ എടുത്തല്ലോ. ഇത് തിന്നാൻ, ഇത് സ്ഥലത്തിന്. താൻ ഈ തവണ ആരെ പറ്റിക്കുന്നു നോക്കട്ടെ. ശിഷ്യന്മാരെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ യാത്ര തുടരേണ്ടത് വളരെ ദുർഘടം പിടിച്ച ഒരു പാതയിലൂടെയാണ്. ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ കല്ലുകളും കുപ്പിച്ചില്ലുകളും കാരമുള്ളുകളും കൊണ്ട് ചോര വരും. ഒരുപാട് തിന്നാം. അതുകൊണ്ട് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്കുള്ള പാദരക്ഷകളായി മാറട്ടെ. എല്ലാവർക്കും കിട്ടിയോ? സുബ്രൻ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ബാറ്റ കമ്പനിക്കാരുടെ 399 രൂപ 90 പൈസ അടിപൊളി ഷൂ ആണ്. മഴയത്തുമിടാം. ഓക്കെ. ശാസ്ത്രം സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ആക്ഷൻ കമ്പനിക്കാരുടെ നല്ല അടിപൊളി 2 ഷൂസ് ആണ്. സന്തോഷമായില്ലേ? ചണ്ടാളിന് കിട്ടിയോ? കാണിക്കൂ. ചണ്ടാള, ഇവർക്ക് കിട്ടിയത് കാണിച്ചില്ലേ? നീ കാണിക്കൂ. എടാ, ഞാനോമായ എന്നെ അങ്ങോട്ട് വരുത്തരുത്. കാണിക്കടാ. എടാ വൃത്തികെട്ടവനെ, താൻ എന്നോട് ഈ വൃത്തികാര് സർവ്വലോകത്തിന്റെയും രക്ഷകനും സ്നേഹസ്വരൂപനുമാണ് യേശു. നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും അകമ്പടിയോടെ നമുക്ക് യേശുവിനെ വാഴ്ത്തിപ്പാടാം. ഒഴുകി ദൂരത്തെങ്ങോ പോ, എന്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോ. ഒഴുകി ദൂരത്തെങ്ങോ പോ, എന്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോ. നല്ലിടയൻ എൻ മനസ്സിൽ ഒന്നണഞ്ഞപ്പോ, എന്റെ ഘോര പാപങ്ങൾ ദൂരത്തെങ്ങോ പോ. നനഞ്ഞ കണ്ണുകൾക്കു നല്ല കുളിർമയായി, ഒഴുകി ദൂരത്തെങ്ങോ പോ, എന്റെ ഘോര വേദനകൾ ദൂരത്തെങ്ങോ പോ. ജീവിതം ഈശോയിൽ ധന്യമായി ആനന്ദം കൊണ്ടിടുന്നു. ഇന്നെന്റെ കർത്തവ്യം യേശുവെ ഘോഷിക്കാൻ മാത്രമായി മാറ്റിവെച്ചു. ഇന്നെന്റെ ജീവിതം ഈശോയിൽ ധന്യമായി ആനന്ദം കൊണ്ടിടുന്നു. ഇന്നെന്റെ കർത്തവ്യം യേശുവെ ഘോഷിക്കാൻ മാത്രമായി മാറ്റിവെച്ചു. ഇന്നെന്റെ നാവുകൾ യേശുവിൻ നാമം ഇമ്പമായി പാടിടുന്നു. ഇന്നെന്റെ ആത്മാ ഓരോ നിമിഷവും വചനങ്ങൾ പാലിക്കുന്നു. ഇന്നെന്റെ ആത്മാ ഓരോ നിമിഷവും വചനങ്ങൾ പാലിക്കുന്നു. ഒഴുകി ദൂരത്തെങ്ങോ പോ, എന്റെ ഘോര വേദനകൾ ദൂരത്തെങ്ങോ പോ. ഓണത്തിന് മാറ്റുകൂട്ടുന്ന തുമ്പികളെ നമുക്ക് സംഗീതത്തിലൂടെ മാടി വിളിക്കാം. തുമ്പി വായോ ഓണപ്പൂ
കാത്തുകൂട്ടുന്നത് സദ്യയാണ്. ഒരു ഗംഭീര ഓണസദ്യയാകാം. മാവേലി മന്നൻ നാടുവാണ്ടിരുന്ന കള്ളവും ചതിയും എള്ളോളമില്ലാത്ത, കള്ളത്തരവും പൊളിവചനവും കേൾക്കാനില്ലാത്ത, കള്ളപ്പറയും ചെറുനാഴിയും കാണാനില്ലാത്ത സമത്വസുന്ദരമായ ഒരു സാങ്കല്പിക കാലത്ത് സങ്കല്പ ചക്രവർത്തി മാവേലി എഴുന്നള്ളി വരുന്നു. വിദ്യാസങ്കല്പത്തിൽ ലോകജനത ഊഷ്മളമായ സ്വീകരണം നൽകി വിഭവസമൃദ്ധമായ ആഹാരം ഭക്ഷിച്ച് ആനന്ദ സാഗരത്തിൽ ആറാടി സകലതും മറന്ന് അവിസ്മരണീയവും അനശ്വരവുമാക്കുന്ന സമയം ഓണം, തിരുവോണം. മഹാബലി ക്രിസ്തുനാഥൻ എഴുന്നള്ളുന്നു. സർവ്വ ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ യേശുക്രിസ്തു ആഗ്രഹത്തോടെ ആഗതനാകുന്ന നമ്മുടെ പ്രാർത്ഥനായോഗങ്ങൾ എത്രയധികം ആനന്ദപ്രിയവും ആസ്വാദകരവുമായിരിക്കണം. അതിൽ നാം എങ്ങനെ ആ രാജാതിരാജനെ വരവേൽക്കണം എന്ന് നോക്കാം. കുഞ്ഞാടിന്റെ രക്തത്തിൽ കുടിച്ച് വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടും ജീവിത വിശുദ്ധിയോടും ആത്മവിശപ്പോടും ആരാധന സ്ഥലമായ ഊട്ടുപുരയിൽ എത്തണം. ദൈവനിയോഗം പ്രാപിച്ചവർ ആത്മകരവോടെ പാകം ചെയ്യുന്നു. ആദ്യമേ തന്നെ നിർമ്മല ഹൃദയമാകുന്ന ഇലയിൽ പ്രാർത്ഥനയാകുന്ന ചോറ് വിളമ്പി സദ്യ ആരംഭിക്കുന്നു. പരിപ്പാകുന്ന സ്തുതിയും പർപ്പടവുമാകുന്ന സ്തോത്രവും വേണ്ടുവോളം ചേർക്കാം. പരിപ്പും പർപ്പടവുമാകുന്ന സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ അത് ഇഷ്ടമില്ലാത്തവർ പരിഹസിക്കരുത്. തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. പിന്നീട് തൊടുകറിയാകുന്ന പാട്ടുകൾ പാടി കയ്യടിയാകുന്ന ഉപ്പേരിയും ശർക്കരപുരട്ടിയും ചേർത്ത് കഴിക്കണം. സന്തോഷമുള്ളവർ പാട്ട് പാടട്ടെ. തുടർന്ന് തീയലാകും സങ്കീർത്തനം ചേർത്ത് കഴിക്കണം. അത് തേനിനേക്കാൾ രുചിക്ക് തരും. മധ്യസ്ഥ പ്രാർത്ഥനയാകുന്ന അവിയലിൽ പച്ചക്കറികളാകുന്ന സകലവിധ വിഷയങ്ങളും ചേരുന്നതുകൊണ്ട് അത് ശരീരദേഹികളെ ബലമുള്ളതാക്കുന്നു. പിന്നീട് പ്രസംഗമാകുന്ന സാമ്പാർ ചേർത്ത് ഊണ് തുടരാം. ഈ സാമ്പാറാകുന്ന പ്രസംഗത്തിൽ നിന്ന് ഉപദേശം, ശാസന, പഠനം, ഗുണീകരണം എന്നീ കഷ്ണങ്ങൾ പെറുക്കി കളയാതെ കഴിച്ചാൽ നമ്മെ തന്നെ ഒരു നവീകരണത്തിലേക്ക് നയിക്കും. രണ്ടാം പ്രാവശ്യം ചോറ് വാങ്ങി പ്രാപ്തിയാവുന്ന പുളിശ്ശേരി കൂട്ടി ആവശ്യത്തിന് കഴിക്കുക. പിന്നീട് തോട്ടറാഴ്ചയാവുന്ന പ്രഥമൻ കുടിക്കണം. അത് ഗ്ലാസ്സിലായതുകൊണ്ട് ആരും കാണുന്നില്ല. നിന്റെ വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയരുത് എന്ന പോലെ കിലുങ്ങി അലങ്കോലമുണ്ടാക്കാൻ ഇടയാകരുത്. പ്രാർത്ഥനായോഗമാകുന്ന സദ്യ പൂർണ്ണ മനസ്സോടെ കഴിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കണം. ആത്മവിശപ്പോടെ സദ്യയ്ക്ക് വരുന്നയാൾ മാന്യമായ വസ്ത്രം ധരിച്ച് സ്വയം ശോധന ചെയ്ത് സ്വന്തം ഇലയിൽ നിർത്തി കഴിക്കണം. സമയക്ലിപ്തമാകുന്ന ഉപ്പ് പാകത്തിന് ചേർത്താൽ സദ്യ വളരെ രുചികരമായി ഭക്ഷിച്ച് ബലം പ്രാപിച്ച് മടങ്ങിപ്പോകാം. ഈ ഭാവന ഇവിടെ പൂർണ്ണമാകും. ഓണത്തിന് ഏറെ വിശേഷം പകരുന്നതും പ്രാധാന്യം അർഹിക്കുന്നതും ഓണസദ്യയാണ്. എന്നാൽ സദ്യയുടെ രുചിയിൽ മുഴുകുമ്പോൾ പാചകക്കാരെയും പാചകപ്പുരയും നാം ശ്രദ്ധിക്കാറില്ല. ഇതാ ഓണനിലാവിൽ പാചകപ്പുരയിലെ ആയുധങ്ങൾ അരങ്ങത്തെത്തുന്നു. സംഗീതത്തിന്റെ അകമ്പടിയോടെ നമുക്ക് ഈ പാചക ആയുധങ്ങളെ ഒന്ന് ഓർക്കാം. La
സമ്പന്നനാം യേശുവിന്റെ സ്നേഹം എന്നും നമ്മുടെ നിലവിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ യേശുനാഥന്റെ സ്നേഹത്തെ നമുക്ക് പാടി വാഴ്ത്താം. ഓരോ നിമിഷവും നിലവിൽ നീ മാത്രം, പുലരുളിപ്പോൾ നിന്റെ സ്നേഹം നാഥ, ഹൃദയമിതിൽ നിന്റെ രൂപം. തിരുവചന പൊന്നൊളിയിൽ ഞാൻ കാണുവതൊക്കെയും കനിവെഴുമാ സ്നേഹരാജ്യം നാഥ, നിരുപമമാം സത്യമാർഗം. അഭയമാം 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 എന്നും തുണയരുളാൻ നീ മാത്രം. അഭയമാം അഭയമാം എന്നും തുണയരുളാൻ നീ മാത്രം. ഓരോ നിമിഷവും നിലവിൽ നീ മാത്രം, പുലരുളിപ്പോൾ നിന്റെ സ്നേഹം നാഥ, ഹൃദയമിതിൽ നിന്റെ രൂപം. മുറിവുകളാൽ നീറുമെൻ്റെ വേദനകൾ മാറ്റി നീ മിഴി നിറഞ്ഞ വേളകളിൽ നൽകി കാരുണ്യം. മുറിവുകളാൽ നീറുമെൻ്റെ വേദനകൾ മാറ്റി നീ മിഴി നിറഞ്ഞ വേളകളിൽ നൽകി കാരുണ്യം. തകർന്നു പോയി ജന്മമെന്നു ഞാൻ കരുതി കരയവേ, അരികിൽ നീ ചേർത്തണച്ചു എൻ്റെ ജീവിതം. കുഞ്ഞാടാം നിൻ മുൻപിൽ പുൽമാടം തീർത്തു നീ. ഓരോ നിമിഷവും നിലവിൽ നീ മാത്രം, പുലരുളിപ്പോൾ നിന്റെ സ്നേഹം നാഥ, ഹൃദയമിതിൽ നിന്റെ രൂപം. കരളുരുകി കേഴുമെൻ്റെ പ്രാർത്ഥനകൾ കേട്ടു നീ, കതിരുലഞ്ഞ പാടമായ കണ്ണീർ പാഴ്നിലം. കരളുരുകി കേഴുമെൻ്റെ പ്രാർത്ഥനകൾ കേട്ടു നീ, കതിരുലഞ്ഞ പാടമായ കണ്ണീർ പാഴ്നിലം. കരിഞ്ഞു പോയ ചില്ലകളിൽ ആശ്വാസത്തളിരുകൾ നിറയെ നീ നൽകി എൻ സ്നേഹസ്വാന്തനം. ആത്മാവാം ദൈവത്തിൻ പുൽമാടം തീർത്തു നീ. ഓരോ നിമിഷവും നിലവിൽ നീ മാത്രം, പുലരുളിപ്പോൾ നിന്റെ സ്നേഹം നാഥ, ഹൃദയമിതിൽ നിന്റെ രൂപം. തിരുവചന പൊന്നൊളിയിൽ ഞാൻ കാണുവതൊക്കെയും കനിവെഴുമാ സ്നേഹരാജ്യം നാഥ, നിരുപമമാം സത്യമാർഗം. നിരുപമമാം സത്യമാർഗം. സർവ്വലോകത്തിന്റെയും രക്ഷകനും സ്നേഹസ്വരൂപനുമാണ് യേശു. നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും അകമ്പടിയോടെ നമുക്ക് യേശുവിനെ വാഴ്ത്തിപ്പാടാം. യേശുവേ യേശുവേ പ്രേമസ്വരൂപ പ്രഭു, യേശുവേ പ്രേമസ്വരൂപ പ്രഭു, യേശുവേ ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ, ഉയർത്തവൻ സർവാധിപനേ. ദാവീദിൻ സുതനേ മർത്യനു രക്ഷാനാഥ, ഉയർത്തവൻ സർവാധിപനേ. യേശുവേ പ്രേമസ്വരൂപ പ്രഭു, യേശുവേ
സപപ്പക്കാരി സാനി സാനി മഗ. മേരിയിൽ നിന്നു നിജാതനായി ദാസനായി ബദ്ലേഹേം പുൽത്തൊഴുത്തിൽ സത്യവും ജീവനും മാർഗവും ഘോഷിച്ച് വന്നു സുവിശേഷമായി. മേരിയിൽ നിന്നു നിജാതനായി ദാസനായി ബദ്ലേഹേം പുൽത്തൊഴുത്തിൽ സത്യവും ജീവനും മാർഗവും ഘോഷിച്ച് വന്നു സുവിശേഷമായി. കാരുണ്യ സ്പർശനമന്ധന കാഴ്ചയതായി നാഥ, കാരുണ്യ സ്പർശനമന്ധന കാഴ്ചയതായി നാഥ. സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം. യേശുവേ പ്രേമസ്വരൂപ പ്രഭു, യേശുവേ യേശുവേ നിന്റെ നാമം പൂജിതമാകണം, യേശുവേ നിന്റെ നാമം പൂജിതമാകണം. കരുണാസാഗരമേ നിൻ രാജ്യം വരണം, കരുണാസാഗരമേ നിൻ രാജ്യം വരണം. യേശുവേ നിന്റെ നാമം പൂജിതമാകണം, കരുണാസാഗരമേ നിൻ രാജ്യം വരണം. ഹല്ലേലൂയ പാടാൻ വിശ്വാസത്താൽ മാനവരെ, ഹല്ലേലൂയ പാടാൻ വിശ്വാസത്താൽ മാനവരെ. ശാന്തസ്വരൂപാ നീ ശക്തരാക്കണം, ശാന്തസ്വരൂപാ നീ ശക്തരാക്കണം. സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം, സ്തുതി പാടിടാം. യേശുവേ പ്രേമസ്വരൂപ പ്രഭു, യേശുവേ വേഗവും ഊർജിതവുമായ നൃത്തച്ചുവടുകൾ ആരുടെ ശ്രദ്ധയെ പിടിച്ചു നിർത്തുകയാണ്. അത്തരം നൃത്തച്ചുവടുകളിലേക്ക് നമുക്ക് ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. കാഴ്ചക്കാരെ കഥാനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കലാരൂപമാണ് നാടകം. ജീവിതാനുഭവങ്ങളിലൂടെ തലമുറയ്ക്ക് ജീവിത പാഠങ്ങൾ പറഞ്ഞുകൊടുക്കുന്ന അനേക വർഷങ്ങളുടെ ചരിത്രമാണ് ബൈബിൾ. അത്തരത്തിലെ ബൈബിളിലെ ഒരു കഥയാണ് ഇവിടെ പുനരാവിഷ്കരിക്കപ്പെടുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാം.
എത്ര നല്ല പ്രഭാതം! അല്ല, ഈ തെളിച്ചം എത്ര നേരം കാണും? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെയായിരുന്നു. രാവിലെ നല്ല തെളിച്ചം, പിന്നെയും കോരിച്ചൊഴിയുന്ന മഴ. ഇല്ലെങ്കിലും തെളിഞ്ഞാൽ മതിയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ പണികൾ ഒരുപാട് തീർക്കാനും കിടക്കും. എല്ലാം ദൈവം അറിയുന്നു. അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ. എന്താണ് അവിടുത്തെ നീ ആരോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏയ്, ഞാൻ ഓരോന്ന് ആലോചിച്ചു പോയി ഈ പ്രകൃതിയുടെ വിളയാട്ടത്തെക്കുറിച്ച്. ഓ, അതൊന്നും പറയണ്ട. മഴ തുടങ്ങിയാൽ പിന്നെ മഴ. എന്നാൽ ഇന്ന് മഴ കാണുമെന്ന് തോന്നുന്നില്ല. ആട്ടെ, ഈ മഴ മൂലം നിന്റെ മുന്തിരി കൃഷിക്ക് എന്തെങ്കിലും നാശം? ഏയ്, പൂവടങ്ങിയ സമയമായതുകൊണ്ട് കുഴപ്പം വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഇന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. ആട്ടെ, എങ്ങനെയുണ്ട് നിന്റെ കൃഷി? ഞാൻ എന്താ പറയുന്നത്, ഈ കൊല്ലം കൃഷി വളരെ മോശം. പിന്നെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു. എന്നാൽ ഞാൻ തോട്ടത്തിലേക്ക് പോകട്ടെ. ഈ സമയം മുന്തിരിച്ചെടിയെ കൂടുതൽ ശ്രദ്ധിക്കണം. കായ പിടിക്കുന്ന സമയമാണ്. എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ. കണ്ടില്ലേ അവൻ്റെ യോഗം? രാജകൊട്ടാരത്തിന് സമീപത്ത് അവന് ആശയം കിട്ടിയ മുന്തിരിത്തോട്ടം. എന്നാൽ നല്ലോണം അധ്വാനിക്കണം. ഹായ്, എത്ര നല്ല മുന്തിരിത്തോട്ടം! റാണി ഇന്ന് വളരെയേറെ സന്തോഷത്തിലാണല്ലോ. എന്താണ് വിശേഷിച്ച്? മഹാരാജൻ, നമ്മുടെ ഈ അരമനയോട് ചേർന്ന് കിടക്കുന്ന ആ മുന്തിരിത്തോട്ടം, അത് എന്തു ഭംഗിയുള്ളതാണ്! എന്തു രസം! എന്താ രാജൻ, ഞാൻ പറഞ്ഞത് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അരമനയോട് ചേർന്ന് കിടക്കുന്ന ആ മുന്തിരിത്തോട്ടം വളരെയേറെ ഭംഗിയുള്ളത് തന്നെ. എങ്കിലും എന്താണ് രാജൻ? അതാ നാബോത്തിന്റെ മുന്തിരിത്തോട്ടമല്ലേ? നാം ആലോചിക്കുകയായിരുന്നു, ആ മുന്തിരിത്തോട്ടത്തിന് പകരം അത് നമ്മുടെ ഉദ്യാനമായിരുന്നെങ്കിൽ. റാണി ശരിയാണ് രാജൻ, അതൊരു ഉദ്യാനമായിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും. നമുക്ക് അതിനുവേണ്ട ഒരുക്കങ്ങൾ എത്രയും വേഗം ചെയ്യണം. വന്ദനം മഹാരാജൻ, വന്ദനം. ആരിത്? പുരോഹിതനോ? എന്തൊക്കെയുണ്ട് വാർത്തകൾ? അങ്ങയുടെ കൃപയാൽ സുഖമായിരിക്കുന്നു. അവിടുത്തെ ആഗ്രഹം പോലെ പ്രതിഷ്ഠോത്സവത്തിന് പറ്റിയ സമയമാണിപ്പോൾ. അതെയോ? എങ്കിൽ പിന്നെ നിർമാന്തിക്കുന്നു. ആരവിടെ? അടിയൻ. പ്രതിഷ്ഠോത്സവത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാം. ഉത്തരവ്. മഹാരാജൻ, നമ്മുടെ ദൈവത്തെ ജനങ്ങൾ അംഗീകരിക്കുമോ? ആരാധനെ ആരാധിക്കുമോ? എന്താ ഇത്ര സംശയം? മഹാരാജൻ, എങ്കിൽ അടിയനെ വിട നൽകിയാലും? ശരി, അങ്ങനെയാകട്ടെ. ഈ പ്രതിഷ്ഠയെ അല്ലാതെ യാതൊരു ദൈവത്തെയും ഇന്നു മുതൽ നമ്മുടെ പ്രജകൾ ആരാധിക്കാൻ പാടില്ല. അതേ മഹാറാണി, ഇന്നു മുതൽ നമ്മുടെ രാജ്യത്ത് ഈ ദൈവത്തെ മാത്രമേ ആരാധിപ്പാനും സേവിപ്പാനും പാടുള്ളൂ. ആരവിടെ? അടിയൻ. രാജകൽപ്പന വിളംബരം ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും പൂർത്തിയാക്കാം. എല്ലാവരും പോയെന്ന് തോന്നുന്നു. ഈ രാജാവിൻ്റെ ഓരോ കൽപ്പനകളെ അത് നടപ്പാക്കാൻ കുറെ ആൾക്കാരും. എല്ലാവരും രാജഭക്തന്മാരാണെന്നാ വിചാരം. എന്തു ചെയ്യാനാ, ഞാനും ഒരു സേവകനായി പോയി. ഓ, അപ്പൊ നീയാണ് ഇവിടുത്തെ കുട്ടുദൈവം. നിന്നെ മാത്രമേ ആരാധിക്കാവൂ എന്ന രാജകൽപ്പന. ഓ സുന്നേ, എന്റെ കാര്യം പോലും നോക്കാൻ നേരമില്ലാതിരിക്കുമ്പോഴാ പിന്നെ നിന്റെ കാര്യം. ഒരു രാജാവായാൽ എന്ത് നല്ലതാ. ചുറ്റും പരിചരിക്കാൻ പരിചാരകന്മാരും സേവകരും. ബഹുരസമായിരിക്കും. മഹാനായ ആഹാബ് ഇവിടെ ഇല്ലേ? അയ്യോ യജമാനനെ, എന്റെ അവിവേകം പൊറുക്കണമേ. ഞാൻ അറിയാതെ ചെയ്താണേ. ശരി, രാജാവിനെ വിളിക്കൂ. ഓ, പ്രവാചകനായ ഏലിയാവോ? മഹാനായ ആഹാബേ, നീ മിഥ്യാമൂർത്തികളെ ആരാധിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ കോപം ഏറ്റുവാങ്ങിയിരിക്കുന്നു. താമസിക്കുക, നീ എന്റെ തീക്ഷ്ണഫലം ഏറ്റുവാങ്ങേണ്ടി വരും. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോ? അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. ഈ രാജ്യത്ത് നമ്മുടെ ദൈവത്തെ മാത്രമേ സേവിക്കാവൂ എന്നറിയില്ലേ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് നമ്മുടെ ദൈവം, അല്ലാതെ ഈ വിഗ്രഹങ്ങളൊന്നുമല്ല ദൈവം, വെറും പ്രതിമകളത്രേ.
ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, ആ നാമം മാത്രം ഇവിടെ പാടില്ല. നമ്മുടെ രാജ്യത്ത് ഈ ദൈവത്തെ മാത്രമേ ആരാധിപ്പാനും സേവിപ്പാനും പാടില്ല. രാജാവേ, അനന്തവും അജ്ഞാതവും നിമിത്തം നിന്റെ കണ്ണ് കുരുടായി നീ ഈ പ്രതിമ കണക്കായി പോയിരിക്കുന്നു. എന്ത്? നമ്മുടെ അരമനയിൽ വന്ന് നമ്മുടെ കൽപ്പന ധിക്കരിക്കുന്നു. ആരെവിടെ? ഈ ധിക്കാരിയെ കൊണ്ട് പുറന്തള്ളൂ. മഹാനായ ആഹാബേ, നിന്റെ അഹങ്കാരത്തിന് ഫലം നീ അനുഭവിക്കാൻ പോകുന്നു. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. ഞാൻ പറയാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടായില്ല. ആ തോട്ടം ഇതുവരെ നമ്മുടേതായില്ലല്ലോ. ആ നാബോത്തിനോട് ചോദിച്ചു നോക്കാം. അതിനു പകരം മറ്റെന്തെങ്കിലും അവന് കൊടുക്കാം. ആരെവിടെ? ആ ഇസ്രായേലിനായ നാബോത്തിനെ നാം അറിയിച്ചതായി കൂട്ടിക്കൊണ്ടുവരൂ. ഉത്തരവ്. മഹാരാജാവ് നീളം വാഴട്ടെ. അങ്ങോട്ടേ വിളിപ്പിച്ചത്. നാബോത്ത്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു കൃഷിക്കാരനായി എനിക്ക് എന്ത് വിശേഷം? പിന്നെ ഇക്കൊല്ലം രാജ്യത്ത് കൊടും വരൾച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. എന്ത് ലക്ഷണങ്ങളോ? എന്ത് ലക്ഷണങ്ങൾ? മഹാരാജൻ, ഈ സമയം നല്ല മഴയും നീരെടുക്കും കാണേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ അരവിലെ വെള്ളം എത്തിത്തുടങ്ങി. ഇങ്ങനെ പോയാൽ അതെന്തുമാകട്ടെ, നാം നിന്നെ വിളിപ്പിച്ചത് ഈ കൊട്ടാരത്തിനോട് ചേർന്ന് നടക്കുന്ന നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വേണം. നിനക്കതിന് പകരം മറ്റെന്തെങ്കിലും തരാം. ഇല്ല മഹാരാജൻ, അത് തരുവാൻ യാതൊരു നിർവാഹവുമില്ല. നീ നല്ലതുപോലെ ആലോചിക്കുക. അതിനും സവിശേഷമായ മുന്തിരിത്തോട്ടം, അതോ മറ്റെന്തെങ്കിലും നീ ആഗ്രഹിക്കുന്നത് നിനക്ക് തരാം. ഇല്ല, ഒരിക്കലുമില്ല. ആ മുന്തിരിത്തോട്ടം എന്റെ പിതൃസ്വത്തായി ലഭിച്ചതാണ്. അതിന്റെ ഭവിഷ്യത്ത് നീ അറിയുന്നില്ല. രാജാവേ, ഇതിന്റെ പ്രത്യേകകാലം എന്തു തന്നെ ആയാലും ഞാൻ അത് തയ്യാറല്ല. മഹാരാജൻ, എന്തുപറ്റി? അവിടുന്ന് ഇത്രയധികം ആകുലനായി കണ്ടിട്ടേയില്ലല്ലോ. ഹേയ്, ഒന്നുമില്ല മഹാറാണി. അതല്ല, അങ്ങ് ഇതുവരെയും ഭക്ഷണമൊന്നും കഴിച്ചില്ല. എന്താ പ്രശ്നം? ആ മുന്തിരിത്തോട്ടം നാബോത്ത് ആർക്കും കൊടുക്കുകയില്ലെന്ന്. മഹാരാജൻ, അവിടുന്ന് ഒന്ന് ഓർക്കണം, അങ്ങ് ഈ രാജ്യത്തിന്റെ മഹാരാജാവാണ്. ഈ നിസ്സാര കാര്യത്തിന് ഇത്രയധികം ദുഃഖിക്കേണ്ട. ഇതിനുവേണ്ടി അങ്ങ് ഇനി ആരോടും യാചിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു വഴി കണ്ടിരിക്കുന്നു. വഴിയോ? എന്തോ വഴി? ഇപ്പോൾ തന്നെ നമ്മുടെ ദൂതർ മുഖാന്തരം നാബോത്തിന്റെ ദേശാധിപതിക്കും മൂപ്പന്മാർക്കും ഒരു സന്ദേശം കൊടുത്തയക്കണം. സന്ദേശമോ? എന്തു സന്ദേശം? ആ നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങളായിരിക്കണം അതിൽ. ആരെവിടെ? അടിയൻ. ഈ സന്ദേശം നാബോത്തിന്റെ ദേശാധിപതിയുടെ പക്കലെത്തിക്കുക. ഉത്തരവ്. മഹാരാജൻ, ആ സന്ദേശം എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നാബോത്തിന്റെ കാര്യം കഷ്ടം തന്നെ. ആ സന്ദേശം കൊണ്ട് എന്ത് പ്രയോജനം? ഉടമസ്ഥനില്ലാത്ത സ്ഥലം മഹാരാജന് സ്വന്തമാക്കാം. അങ്ങല്ലേ ഇവിടം ഭരിക്കുന്നത്. റാണി പറഞ്ഞു വരുന്നത് ആ തോട്ടം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നാണോ? തീർച്ചയായും രാജൻ. രാവിലെ എന്തൊരു ചൂട്! എല്ലാം കത്തി നശിക്കുന്നത് പോലെ. അതെ അതെ, ഇങ്ങനെ പോയാൽ ഈ രാജ്യം നശിച്ചു പോകും. രാജാവൊന്നും അറിയുന്നില്ലല്ലോ. ഇതൊക്കെ ആരറിയാൻ? ദൈവം കോപിച്ചിരിക്കുന്നു. ദൈവകോപമോ? നമ്മൾ രാജാവ് പറഞ്ഞതുപോലെ രാജാവിന്റെ ദൈവത്തെയല്ലേ ആരാധിക്കുന്നത്? പിന്നെന്തിനാ ദൈവം കോപിക്കുന്നേ? ഇസ്രായേലിന്റെ ദൈവം യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല, നമുക്കറിയുന്നല്ലേ. പക്ഷേ രാജകൽപ്പന. അതെ, രാജകൽപ്പന നടപ്പാകാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തിരുവായ്ക്ക് എതിർവായുണ്ടോ? ദേശപ്രഭുക്കന്മാരും മൂപ്പന്മാരുമായുള്ളവരെ നിങ്ങൾ കണ്ട വന്ദനം. ആണിത്? രാജാവിന്റെ സേവകനും. എന്താണ് സന്ദേശം? ഒരു സന്ദേശം നിങ്ങളെ ഏൽപ്പിക്കുവാൻ രാജാവ് തന്നുവിട്ടിരിക്കുന്നു. സന്ദേശമോ? അതെ. ദേശപ്രമുഖരും മൂപ്പന്മാരും ആയുള്ളവരെ, ശമര്യ രാജാവായ ആഹാബ് എഴുതി അറിയിക്കുന്നത് എന്തെന്നാൽ, നിങ്ങളൊരു ഉപവാസം പ്രസിദ്ധമാക്കുകയും അവിടെ നാബോത്തിന് ജനങ്ങളുടെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്തു വേണം ഇരുത്തുവാൻ. നീചന്മാരായ രണ്ടാളുകളെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് സാക്ഷ്യം പറയിക്കണം. അതിനുശേഷം അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുകയും. ഇത് നമ്മുടെ ആജ്ഞയാണ്. എന്തൊരു വാർത്തയാണിത്! നാബോത്ത് ഒരു നല്ല കൃഷിക്കാരനായിരുന്നു, എന്നാൽ അവൻ നല്ലവനായിരുന്നല്ലോ. പിന്നെ എന്താ ഈ പ്രശ്നം?
നമുക്കിതിന്റെ കാരണം അന്വേഷിക്കേണ്ട കാര്യമില്ല. കൽപ്പന നടപ്പാക്കിയാൽ മാത്രം മതി. അല്ലെങ്കിൽ നമ്മളായിരിക്കും അവന് പകരം. ഇതിന് പിന്നിൽ നമ്മളാണെന്ന് ആരും അറിയരുത്. ശരിയാണ്, ആർക്കും ഒരു സംശയത്തിനിടവരരുത്. നാബോത്തിനോട് മഹാരാജാവിന് ഇത്രയധികം കോപിക്കേണ്ട കാര്യം എന്താണ്? അവൻ നല്ലൊരു കർഷകനാണല്ലോ. ഒരു രാജാവും കൃഷിക്കാരെ വെറുക്കരാത്തതാണ്. കൃഷിക്കാരില്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ നിലനിർപ്പ് തന്നെ എങ്ങനെയാവും? എന്നാലും രാജാവ് സ്വയം ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ട സാധ്യതയില്ല. ഇനി മഹാറാണിയുടെ പ്രേരണ കൊണ്ടാണോ? അതായിരിക്കും കൂടുതൽ ശരി. എന്തൊരു ക്രൂരത! എന്താ സേവക, പോയ കാര്യം എന്തായി? എല്ലാം പറഞ്ഞതുപോലെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞു കാണും. ഈ വിവരം എത്രയും വേഗം രാജാവിനെ അറിയിക്കണം. എങ്കിൽ ഞാൻ പോയി രാജാവിനെ വിവരം അറിയിക്കട്ടെ. എന്തൊരു പെട്ടെന്ന് ജീവിതം പോയാൽ ഇല്ലാതാക്കുമായിരുന്നു. അതല്ല ശരി. എങ്കിലും ഇത് ഭയങ്കര ക്രൂരമായി പോയി. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമ്മുടെ മേൽ അധികാരമുള്ളവർ പറയുന്നത് നമുക്കനുസരിച്ചേ പറ്റൂ. മഹാറാണി ഇസബേൽ വീണാൽ വാഴട്ടെ. എന്താണ് വിശേഷിച്ച്? ദേശപ്രഭുക്കന്മാർ പറഞ്ഞതനുസരിച്ചാണ് അടിയൻ ഇപ്പോൾ വന്നത്. ദേശപ്രമുഖന്മാർ എന്തു പറഞ്ഞു? മഹാറാണി, ആ കൃഷിക്കാരൻ നാബോത്തിന് എന്തു പറ്റി? അവൻ രാജാവിനെയും ദൈവത്തെയും ദുഷിച്ചതുകൊണ്ട് അവനെ ദേശത്തിന്റെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. ഇത് നേരോ? അതേ മഹാറാണി. എങ്കിൽ ഈ വിവരം ഞാൻ മഹാരാജനെ അറിയിച്ചു കൊള്ളാം. മഹാരാജൻ എന്താണ് റാണി വിശേഷിച്ച്? മഹാരാജൻ, അങ്ങേക്ക് വിലക്കു തരുവാൻ മനസ്സില്ലാത്ത ആ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക. നാബോത്ത് ജീവിച്ചിരിക്കുമ്പോൾ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങൊന്നും അറിഞ്ഞില്ലേ? ആ നാബോത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എന്ത്? നാബോത്ത് ജീവിച്ചിരിപ്പില്ലെന്നോ? അതെ, നമ്മുടെ കൽപ്പന പ്രകാരം അവനെ അവർ കൊന്നുകളഞ്ഞു. ഇനി ആ തോട്ടം അങ്ങേക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. എങ്കിൽ നാം ഇപ്പോൾ തന്നെ അങ്ങോട്ട് പുറപ്പെടുന്നു. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശക്കാനുള്ള പുറപ്പാടും തോന്നുന്നു. എന്റെ ശത്രു, നീ വീണ്ടും ഇവിടെ വരേണ്ടി വന്നു. അല്ല, നീ ഇവിടേക്ക് എന്നെ വരുത്തി. അതായിരിക്കും കൂടുതലും ശരി. പ്രജകളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി നിലകൊള്ളേണ്ട രാജാവ് അധികാരഭ്രമത്തിൽ ഉന്മതരായി കാട്ടിക്കൂട്ടുന്ന ആ വിക്രികൾ ആ കൃഷിക്കാരനായ നാബോത്തിനും നിന്റെ സ്വാർത്ഥതയ്ക്കും വേണ്ടി ഇല്ലായ്മ ചെയ്തു. ഇപ്പോൾ അവന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ നീ പുറപ്പെടുന്നു. ഇതാ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്ന എന്തെന്നാൽ, നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയും. യഹോവയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്യുവാൻ നീ നിന്നെ തന്നെ വിട്ടുകളഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും. നിന്നെ അശേഷം നിർമൂലനം ചെയ്യും. മഹാരാജൻ, ഈ രാജദ്രോഹിയുടെ ജൽപ്പനകൾ കേട്ട് അങ്ങ് മൗനമായിരിക്കുന്നുവോ? മഹാറാണി ഇസബേലെ, സ്വന്തം പതിർന്നവയിൽ നടക്കേണ്ടവൾ ദുഷ്പ്രതികളാൽ യഹോവയെ കോപിപ്പിച്ചു. അതിന്റെ ഫലം നീ അനുഭവിക്കുക തന്നെ വേണം. നായ്ക്കൾ നിന്നെ ഇസ്രായേലിന്റെ മതിലരി വെച്ച് തിന്നുകളയുകയും നിന്റെ സന്തതികളിൽ പട്ടണത്തിൽ വെച്ച് മരിക്കുന്നവരെ നായ്ക്കളും വയലിൽ വെച്ച് മരിക്കുന്നവരെ ആകാശത്തിലെ പറവകളും തിന്നുകളയും. ആ പ്രവാചകൻ പറഞ്ഞതുപോലെ നമുക്ക് അനർത്ഥം ഭവിക്കുമോ രാജൻ? എനിക്ക് ഭയമാകുന്നു. എങ്കിലും അങ്ങയുടേത് വല്ലാത്ത ദുരാഗ്രഹമായിരുന്നു. ഇതൊന്നും വേണ്ടായിരുന്നു. എന്ത്? ഇതെല്ലാം നമ്മുടെ കുറ്റമാണെന്നോ? ആ മുന്തിരിത്തോട്ടം നമ്മുടെ മോഹമായിരുന്നു. പക്ഷെ ഇത്തരത്തിലത് നേടാൻ നാം ആഗ്രഹിച്ചിരുന്നില്ല. എന്നിട്ടും ഇല്ല രാജൻ, അങ്ങയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല. എല്ലാം നമ്മുടെ കുറ്റമാണ്. ഈ അവസ്ഥയിൽ റാണിയെ നമ്മെ ഉപേക്ഷിച്ചല്ലോ. ഈ പ്രതിസന്ധിയിൽ നമ്മെ സഹായിക്കാൻ കഴിയാത്ത ഈ ദൈവത്തോട് ആവശ്യമില്ല. ആ പ്രവാചകൻ എത്ര തവണ മുന്നറിയിപ്പ് തന്നിരുന്നു. എന്നിട്ടും നാം നമ്മുടെ ആ സ്വാതന്ത്ര്യക്ക് വേണ്ടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, അടിയനൊരു നീചനായി പോയല്ലോ. എത്ര തവണ അങ്ങേ ഞാൻ ദൂഷിപ്പിച്ചു. ഒരിക്കലും ഞാൻ മാപ്പർഹിക്കുന്നില്ല. എന്റെ യഹോവേ, അടിയനോട് കരുണ തോന്നണമേ. ഒരു നാളും അടിയനെ ഉപേക്ഷിക്കരുതേ. മഹാരാജൻ, അങ്ങ് ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ ദൈവത്തെയാണ് ആശ്രയിക്കുന്നത്. ഞാൻ എത്രയോ തവണ അങ്ങേക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്നിട്ടും നിന്റെ മ്ലേച്ഛയിൽ നിന്ന് വിട്ടുതിരിഞ്ഞില്ല. എങ്കിലും ഈ അവസാന നിമിഷം നീ നിന്നെ തന്നെ ദൈവസന്നിധിയെ താഴ്ത്തിയതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്റെ ജീവകാലത്ത് വരുത്തുമെന്നും പറഞ്ഞ് അനർത്ഥം നിന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞു.
ഈ ഓണനിലാവിന് അന്തിമ തിരശ്ശീല വീഴുവാൻ പോകുമ്പോൾ കള്ളും ചതിയുമില്ലാത്ത ഒരുമയുടെയും നന്മയുടെയും നാളുകൾക്കായി നമുക്ക് കൈകോർക്കാം. വഴിയും സത്യവും ജീവനുമാകുന്ന ക്രിസ്തുനാഥന്റെ പാതകളെ പിൻപറ്റി ആ മണവാളന്റെ രണ്ടാം വരവിന് ഒരുങ്ങി കാത്തിരിക്കുന്ന മണവാട്ടികളായി വരും തലമുറയ്ക്ക് മാതൃക കാട്ടി ലോകത്തിന്റെ തിന്മകൾക്ക് എതിരെ നമ്മുടെ കണ്ണുകളെ തിമിരമില്ലാതെ തുറന്നു അത്യാഗ്രഹമില്ലാത്ത വിവേകമുള്ള മനസ്സുമായി വേദനിക്കുന്നവർക്ക് കൈത്താങ്ങായി പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ നമ്മെ ശുദ്ധി ചെയ്ത് നമ്മുടെ കുട്ടി ദൈവങ്ങളെ തച്ചുടച്ച് നമ്മുടെ രക്ഷയ്ക്കായി ഗാൽഗൂത്തായിൽ മഹാബലിയായി തീർന്ന ക്രിസ്തുനാഥന്റെ കരങ്ങളിലേക്ക് ജീവിതങ്ങളെ സമർപ്പിക്കാം. ഈ ഓണനിലാവ് നമ്മുടെ ജീവിതങ്ങളിലെ മാറ്റത്തിന് തിരി തെളിയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ശാലയും യൂണിസഖ്യത്തിന്റെ ഓണാശംസകൾ. വെള്ളിക്കോലാദികൾ നാൾ
കാലം ആപത്തെന്നാർക്കുമുട്ടില്ല താനും. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, ദുഷ്ടരെ കൺകൊണ്ടു കാണാനില്ല, നല്ലവരല്ലാതെ ഇല്ല പാരിൽ, ഇല്ല പാരിൽ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെന്നാർക്കുമുട്ടില്ല താനും. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം, വെള്ളിക്കോലാദികൾ നാഴികളും എല്ലാം കണക്കിനു തുല്യമായി, തുല്യമായി. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോ